ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ പ്രതികരണങ്ങളിലേക്ക്. നിങ്ങൾ എവിടെയായിരുന്നു കുടുങ്ങിയിട്ടുണ്ടായിരുന്നത്? നിങ്ങൾ അട്ടമല പള്ളിയിൽ അവിടെ നമ്മൾ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. കുടുങ്ങിയല്ല, നമ്മളവിടെ അവിടെ പള്ളിയിലുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഭാഗം മൊത്തം പോയപ്പോൾ ഞങ്ങളവിടെ ഒറ്റപ്പെട്ടു. പക്ഷെ ഒറ്റപ്പെട്ടെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും എപ്പോഴും കോൺടാക്റ്റ് ചെയ്തിട്ടും എല്ലാവരും വിളിച്ചിട്ടുണ്ട്. കളക്ടറും മിനിസ്റ്ററും എല്ലായിടത്തുനിന്നും കോള് വന്നിട്ടുണ്ട്. നമുക്കൊരു ഒറ്റപ്പെട്ടു എന്നുള്ളൊരു തോന്നിയിട്ടുണ്ട്. ഭയം ഉണ്ടായിരുന്നില്ല? ഒരു ഭയം ഉണ്ടായിട്ട്, കാരണം എല്ലാവരും എപ്പോഴും കോൾ ചെയ്തിട്ടും ഇതാക്കിയിട്ടും നമ്മളെപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ രാത്രി നമ്മൾ ഉറങ്ങിയിട്ടേ ഇല്ല, കാരണം കുട്ടികളുള്ളതല്ലേ. അപ്പോൾ ഒരു രക്ഷിതാക്കളെ നമ്മൾ ഉത്തരവാദിത്തത്തിൽ ഏൽപ്പിച്ചതല്ല. അപ്പോൾ നമ്മൾ ഉറങ്ങാതെ അവർക്ക് കാവലിക്കുകയാണ്. നമുക്കെന്ത് സംഭവിച്ചാലും കുട്ടികൾക്കൊന്നും സംഭവിക്കരുത് എന്നുള്ള നിലയ്ക്ക് നമുക്ക് അവരെല്ലാ വിഷയവും നമ്മൾ ഏറ്റെടുത്തല്ലേ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ ടെൻഷനോ തോന്നുന്നു ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, ഭക്ഷണത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഈ പുറത്തടക്കുന്ന സംഭവങ്ങളൊക്കെ അറിഞ്ഞിരുന്നോ ദുരന്തം? ഓർത്തൊക്കെ അപ്പം അറിയണ്ടേ. ഇത് 2 മണിക്കാണ് സംഭവിച്ചത്. അതുതന്നെ നമ്മളൊരു കൂടുള്ള കുട്ടികളെ വീട് നഷ്ടപ്പെട്ടു. അപ്പോൾ രക്ഷിതാക്കൾ വിളിച്ചരും ഇതൊക്കെ ആയതുകൊണ്ട് എപ്പോഴും ന്യൂസ് നോക്കിയിട്ടും എല്ലാ കാര്യങ്ങളും അപ്പം അറിയണ്ടേ. വേറെ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതിൻ്റെ പേരെന്താ? എൻ്റെ പേര് മുഹമ്മദ് സുനി. നാട് അല്ലൂർ, മലപ്പുറം. ഈ മക്കളൊക്കെ എവിടെ ഇല്ലവരാ? ഇതിൽ മലപ്പുറക്കാരുണ്ട്, വേങ്ങരുള്ളവരുണ്ട്, പിന്നെ ഈ നാട്ടുകാരുണ്ട്, പിന്നെ കോഴിക്കോട് ഭാഗത്തുള്ളവരും ജിബിനെ പറഞ്ഞിട്ട് ഇവര് ഞങ്ങളെല്ലാവരും വേണമെങ്കിൽ നോക്കിയെന്ന് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. ഇപ്പം എങ്ങനെയാണ് പുറത്തേക്ക് വന്നത്? എങ്ങനെയാണ് രക്ഷാപ്രവർത്തകർ എത്ര മണിക്ക് എത്തി? എങ്ങനെയാണത്? അവർ കറക്റ്റ് സമയത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് ടെൻഷനൊന്നും ഉണ്ടായിട്ടില്ല. കറക്റ്റ് അവരെല്ലാ കാര്യവും സേഫായിട്ട് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പോരുന്ന സമയത്ത് വേറൊരു ബുദ്ധിമുട്ടുണ്ടായിട്ട് അവർ വേണ്ട പോലെ നമ്മൾ നോക്കിയിട്ടുണ്ട്. അവർ എല്ലായിടത്തുനിന്നും കറക്റ്റ് ടൈമിൽ കോൺടാക്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തോടെ ചെയ്തിട്ടുണ്ട്. ഒരു വിഷയം ഉണ്ടായിട്ടില്ല. നമുക്കൊരു ടെൻഷൻ ഏത് സമയവും ഒരു കോൾ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്കൊരു ടെൻഷൻ ഉണ്ടായിട്ടില്ല. ഒറ്റപ്പെട്ടെന്ന് അവിടെ ഒറ്റ കാണുന്നുള്ള ഒരു തോന്നലേ ഉണ്ടായിട്ടില്ല. വളരെ ഇസ്മായിൽ രക്ഷാപ്രവർത്തകനായിരുന്നു. ഞാൻ പിന്നെ നമ്മളെ പെങ്ങളെ കുട്ടിയുണ്ട് കൂടെ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇന്നലെ സംഭവിച്ചത് മുതലേ അവരെ വിളിച്ചുകൊണ്ടിരുന്നിരുന്നു. ഒരു കുഴപ്പമൊന്നുമില്ല, സേഫായിട്ട് നിന്നിരുന്നു. പിന്നെ നമ്മൾ കൺട്രോൾ റൂമിൽ അറിയിച്ചു കൽപ്പറ്റ. അതുമുതൽ നല്ല ഇടപെടലായിരുന്നു. കൃത്യമായി എൻ്റെ പെങ്ങളെ കുട്ടിയുണ്ട് കൂടെ. രാവിലെ തന്നെ അവരെ അവിടുന്ന് പിന്നെ രാവിലെ തന്നെ ആർമിയും പിന്നെ ബന്ധപ്പെട്ടവരോട് എത്തിയിട്ടുണ്ട്. പിന്നെ രാവിലെ തന്നെ അവരെ പിന്നെ ഇപ്പുറം കടത്തി. ഇപ്പുറം ബ്രിഡ്ജ് കടക്കാനുള്ള കുറച്ച് സമയം എടുത്തു, അത്രേ ഉള്ളൂ. അവർ അട്ടമല എന്നൊരു സ്ഥലമുണ്ട്. ഒരു പൂർണ്ണമായി ഒറ്റപ്പെട്ടു പോയൊരു സ്ഥലമാണല്ലോ. അപ്പോൾ ഇനിയും ആളുകളെ കടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. കുഴപ്പമില്ല, രാവിലെ തന്നെ വളരെ സേഫായിട്ട് കുട്ടികളൊക്കെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ. അട്ടമലയിൽ കുടുങ്ങിയ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുടുങ്ങിപ്പോയ ഉസ്താദും കുട്ടികളുമാണ് നമ്മോടൊപ്പം സംസാരിച്ചത്. അവർ വളരെ സുരക്ഷിതമായി, ആശ്വാസകരമായ വാർത്തയാണ്, അവർ വളരെ സുരക്ഷിതമായി തന്നെ രക്ഷാപ്രവർത്തകർ പുറത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. പറയാൻ പറ്റില്ല അങ്ങനെ. അവിടുന്ന് സൗണ്ട് കേട്ടതുകൊണ്ട് ഓടി മുകളിൽ കയറി, അതുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. അല്ലെങ്കിൽ പോയിട്ടുണ്ടാവും. ഞങ്ങൾ 7 പേരുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും എവിടെയുള്ളത്? ഇപ്പോൾ മേപ്പാടിയുണ്ട്. ഈ സ്കൂള് ഇവിടെ ധാരാളം കുട്ടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവരുടെയൊക്കെ ഒരു സ്ഥിതി അങ്ങനെ എന്തെങ്കിലും അറിയുന്നവരാരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഇവിടുത്തെ സ്ഥിതി ഇപ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ 2 ബോഡി കാണണം. ഈ വീടിനകത്ത് ഇതിൻ്റെ അടിയിൽ കാണണം എന്നാണ്. കാരണം ചുമര് പൊട്ടിപ്പോയിട്ടില്ല, അപ്പുറത്തെ ചുമര് പൊട്ടിപ്പോയിട്ടില്ല. അപ്പോൾ അവർ ഇവിടെ കിടന്നുറങ്ങിയ ആളുകൾ ചിലപ്പോൾ ഇതിനകത്ത് തന്നെ കാണണം. ഒരു പ്രായം ചെന്ന സ്ത്രീയും ഒരു കുട്ടിയും ഇതിനകത്ത് കാണണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ തെങ്ങൊക്കെ നമ്മൾ ഈ കണ്ട ഈ കെട്ടിടത്തിൽ തന്നെയാണ്? ഈ തെങ്ങ് എൻ്റെ തെങ്ങാ. ഇന്നലെ വന്ന് ക്യാമ്പിൽ നിന്നിരുന്നു. അവിടുത്തെ അവസ്ഥകൾ ഭയങ്കര മനോഹരമാണ്. ഞങ്ങൾ ഇന്നിപ്പോ റെസ്ക്യൂ ടീമിന് ഏത് ഭാഗത്തേക്കാ പോകുന്നത്? മുണ്ടക്കയത്തിലേക്ക് പോകുന്നതാണ് പരിപാടികൾ. നിങ്ങളുടെ സംഘത്തിൽ എത്ര പേരുണ്ട്? ഞങ്ങൾ 20 പേരുണ്ട്. 20 പേരുണ്ട്. ഈ ഇന്നലെ വന്ന് ഇവിടെ ക്യാമ്പ് ചെയ്തു, ഇന്ന് നേരെ ഇന്നലെ അവിടെ വന്ന് ക്യാമ്പ് ചെയ്തു. ഇന്നിപ്പോൾ മുണ്ടക്കൈക്ക് ഇങ്ങോട്ട് പോകുന്നു. ഈ കെട്ടിടങ്ങളൊക്കെ മേപ്പാടിയിലായിരുന്നു, അവിടെ ക്യാമ്പ് ചെയ്തു. എല്ലാരും രക്ഷപ്പെട്ടോ? എത്ര പേരുണ്ടായിരുന്നു കൂട്ടത്തില്? ഞങ്ങള് 12 കുടുംബം ഉണ്ടായിരുന്നു. 12 ആള്. എല്ലാവരും ഓക്കെ ആയി വന്നോ? കുഞ്ഞുങ്ങളൊക്കെയോ? കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്. അവിടെ റിസോർട്ടിലുണ്ടായിരുന്നവരാണ് ഇവരെല്ലാവരും. ഈ കുഞ്ഞൊക്കെ റിസോർട്ടിലുണ്ടായിരുന്നു. എൻ്റെ ഫാമിലി. നിങ്ങളുടെ കുഞ്ഞാ? ചേച്ചിന്റെ കുട്ടിയാണ്. ഭയങ്കര ശബ്ദം കേട്ടപ്പോൾ എണീച്ച് നോക്കി. ലൈറ്റ് കറണ്ട് ഒന്നുമില്ലായിരുന്നു.
എണീച്ച് നോക്കുമ്പോൾ മുറ്റത്ത് ലൈറ്റ് അടിച്ച് ഫോണടിച്ച് നോക്കുമ്പോൾ വെള്ളം അങ്ങനെ വരികയായിരുന്നു. പിന്നെ ഞങ്ങൾ കൊലയെ വാതിലടച്ചിട്ട് അടുക്കള ഭാഗത്തു കൂടെ അച്ഛൻ അമ്മ മക്കളെയൊക്കെ കൂട്ടി പുറകുവശത്ത് കൂടെ കയറി. രണ്ടാമത് പൊട്ടിയപ്പോൾ ഞങ്ങൾക്ക് തോന്നി നല്ലോണം വരികയാണ്, ഞങ്ങളൊക്കെ മരിക്കുകയാണ് എന്ന്. മരണം മുന്നിൽ കണ്ടു നിന്ന സമയമായിരുന്നത്. അപ്പോഴത്തേക്ക് എൻ്റെ കൂടപ്പുറപ്പുകൾ അപ്പുറത്തെ ഭാഗത്തുള്ള ഈ മോൻ്റെ അച്ഛൻ അമ്മ, എൻ്റെ മൂത്ത ചേച്ചീൻ്റെ മോനത് അച്ഛൻ, അവൻ്റെ അമ്മ, അച്ഛൻ, പെങ്ങളെ മോള്, അവരെ എല്ലാ 11 ആൾ ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് പോയി.